ഹാപ്പി മദേഴ്സ് ഡേ. Other is beautiful. ഹായ് ഗൈസ്, നാട്ടിലെ വിശേഷങ്ങൾ വീഡിയോ ആയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൂളിംഗ് ക്ലാസ്സും വെച്ചിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടാവും. കാരണം കുട്ടികളുടെ സ്കൂൾസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു, ബാക്ക് ടു നോർമൽ ഓൺ സൈറ്റ് ക്ലാസ്സസ് ആയി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ദുബായിലെത്തി. കഴിഞ്ഞ 12-ാം തീയതി ഞങ്ങൾ തിരിച്ച് ദുബായിലെത്തി. അപ്പോൾ ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞങ്ങളുടെ രണ്ടാമത്തവൻ ജെയ്ഡൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതത്ര വൈകിക്കാൻ എനിക്ക് തോന്നിയില്ല. മറ്റു വീഡിയോകളുടെ ഇടയിൽ തന്നെ ഇതും പോസ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നി. കുട്ടികൾ ദുബായിലുള്ള എലൈറ്റ് ഇംഗ്ലീഷ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളിപ്പോൾ ബുക്സും യൂണിഫോംസൊക്കെ കളക്ട് ചെയ്യാൻ വന്നത്. ബുക്സ് എല്ലാം കിട്ടി, യൂണിഫോംസ് കിട്ടാൻ ഇനിയും സമയം എടുക്കുന്നതാണ് അവർ പറഞ്ഞത്. അപ്പോൾ കിട്ടിയ ബുക്കൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അവരുടെ എക്സൈറ്റ്മെൻറ്റും കൂടെ കാണാൻ. ആദ്യമായിട്ട് സ്കൂളിൽ പോണതിൻ്റെയും സ്വന്തമായിട്ട് ബാഗും ബുക്സൊക്കെ കിട്ടിയതിൻ്റെയൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ ഇവൻ്റെ മുഖത്ത് കാണുന്നത്. ഇവനിങ്ങനെ പുതിയ സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ നല്ല ഇഷ്ടമുള്ള ആളാട്ടാ. പുസ്തകങ്ങൾ പഠിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. ഇതൊക്കെ പുസ്തകങ്ങൾ നിൻ്റെയും. ഹാപ്പിയാ? തുറക്ക്, ബാഗ് എടുക്കണോ ജി? റെഡ് ബാഗ് ഇനി എടുത്ത് നോക്കി, ഇനി എടുക്കാൻ കിട്ടും. ഇങ്ങോട്ട് കാച്ച, ബാഗ് കാച്ച. ഓപ്പണാക്ക് കുഞ്ഞു ഓപ്പണാക്ക്. ഫുഡ് ബാഗ്, ഫുഡ് കൊണ്ടുപോകണം ബാഗ്, ഫുഡ് ബാഗ്. ഓ പിന്നെ തുറക്ക് കുഞ്ഞി തുറക്ക്. ഇഷ്ടായാ? സിബൊക്കെ അവിടെ ഉണ്ട്. ജെറാഡ് KG വേറെ സ്കൂളിൽ പഠിച്ചുകൊണ്ട് തന്നെ ഈ സ്കൂളിൽ നിന്ന് ബാഗും ഫുഡ് ബാഗും ഒക്കെ കിട്ടുന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ ഓൾറെഡി മേടിച്ച് വെച്ചിരുന്നു. പക്ഷേ സ്കൂളിൽ നിന്ന് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരേ കളർ എല്ലാ കുട്ടികൾക്കും. അതിനകത്തൊരു നെയിം സ്ലിപ്പ് മാത്രം ഇട്ടാൽ മതി. നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ടാണ് അവർ കൊടുത്തു വിടണം കേട്ടോ. പഠിക്കാനും എഴുതാനൊക്കെ ജന്മനാ മടിയായിരുന്ന ജെയ്ഡന് ഇതൊക്കെ കണ്ടപ്പോൾ ഇപ്പം തന്നെ സ്കൂളിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. സ്കൂൾ എന്താ തുറക്കാത്തതെന്നാണ് ഇതിന് ശേഷം ചോദിച്ചുകൊണ്ടിരുന്നത് മുഴുവനും. എങ്ങനെയെങ്കിലും ഇതൊക്കെ ഇട്ട് പുതിയ ടൈയും യൂണിഫോമൊക്കെ ഇട്ട് അവന് പോയാൽ മതി. അത് ചേട്ടൻ്റെ അവിടെ ഇരിക്കുന്നത്. ചേട്ടന് ഞാൻ എടുത്ത നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്നല്ലോന്ന് വെച്ചിട്ട്. ഇതിപ്പോൾ നിനക്കും കിട്ടി. എല്ലാം കൂട്ടി കുഴക്കേണ്ട ജെയ്ഡാ, പഴയത് അവിടെ ഇരുന്നോട്ടെ. അത് ചേട്ടന്റെ പഴയതാണ്, ചേട്ടൻ KG പഠിക്കുമ്പോൾ ഉള്ളതാണ്. നീ അത് രണ്ടും മിക്സ് ചെയ്യരുത് കേട്ടാ. അതൊന്നും ഞാൻ എടുക്കേണ്ടത് മാത്രം നോക്കിയാൽ മതി നീ കേട്ടാ. നാളെ വന്നിട്ട് ബുക്കൊക്കെ പൊതിഞ്ഞു തരാം. കൊതിയേ? ഓക്കെ. നോക്കട്ടെടാ ചേട്ടാ, ചേട്ടൻ നോക്കട്ടെ. വേറെ എടുക്ക് ജെയ്ഡൻ, വേറെ എടുക്ക്. കാണിച്ച ലിറ്റിൽ ചാമ്പിനെ കാണിച്ച. ജെറാന്റെ ബുക്കിന്റെ പേരെന്താണെന്ന് അറിയാം? ബട്ടർഫ്ലൈസ്. ലിറ്റിൽ ചാംസ്. പിന്നോണ് ചാംസ്. ഇതെല്ലാം തന്നെ ഞങ്ങൾ വെക്കേഷന് മുന്നേ ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങളാണ് കേട്ടോ. യൂണിഫോം മാത്രമേ കിട്ടാതിരുന്നുള്ളൂ, എല്ലാ ബുക്സും ഞങ്ങൾ കിട്ടിയായിരുന്നു. പിന്നെ UAE പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ക്ലാസ്സസ് എല്ലാം ഓൺലൈനിലായിരിക്കും എന്നുള്ളത് ഞങ്ങൾക്കറിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ബുക്സും പേരെഴുതി നാട്ടിലേക്ക് കൊണ്ടുപോയായിരുന്നു. പ്രത്യേകിച്ച് ജെറാൻ്റെ എല്ലാ ബുക്കും തന്നെ ഞങ്ങൾ നാട്ടിലേക്ക് അരി ചെയ്തിരുന്നു. ജെയ്ഡൻ്റെ 1-2 ബുക്ക് അത്യാവശ്യം വരാൻ സാധ്യതയുള്ള ബുക്സും കൊണ്ടാണ് ഞങ്ങൾ പോയിരുന്നത്. ക്ലാസ്സസ് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ അവർ ഹോൾ മന്ത് അറ്റൻഡ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 5-6 ദിവസം മാത്രമായിരിക്കും അവർക്ക് ലീവ് എടുക്കേണ്ടി വന്നിട്ടുണ്ടാവുള്ളൂ. ബാക്കി എല്ലാ ദിവസവും തന്നെ അവർ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് ബുക്സൊക്കെ ഉണ്ടായത് വലിയൊരു ഉപകാരമായി ഞങ്ങൾക്ക്. ക്ലാസ് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ട് അവിടെ നിന്നും.
കരിമൂര് സൗണ്ട് കേട്ടാൽ അറിയാം ഞങ്ങൾ ചിപ്സൊക്കെ ആയിട്ട് തിരിച്ചെത്തി. ഇനിയിപ്പോൾ ബാക്ക് ടു നോർമൽ വർക്ക്സ് ആണ്. മെയിനായിട്ടുള്ള പണി ബുക്സ് എല്ലാം കവർ ചെയ്തെടുക്കണം. സ്കൂളിൽ പോവാ. ഞാൻ സ്കൂളിൽ പോകുമ്പോ കറിയറുത്. ഞാൻ സ്കൂളിൽ പോകുമ്പോ അമ്മ എന്നെ കൂടെ ഇരുത്തണം, എന്നെ കൊണ്ടാക്കണം, എന്നെ കൊണ്ടുവരുത്തണം. നമ്മുടെ ബുക്കുകളും യൂണിഫോം എല്ലാം കിട്ടണേ, ID കാർഡൊക്കെ കിട്ടണേ, നല്ല കുട്ടിയൊക്കെ ഇരിക്കണേ, പെട്ടെന്ന് ഞങ്ങൾ കാര്യങ്ങളെല്ലാം നടത്തി തരണേ, നടത്തി തരണേ. നാളെ തുടങ്ങി സ്കൂളിൽ നന്നായിട്ട് പോകാൻ പറ്റണേ. കുറുമ്പ് കാണിക്കാൻ തോന്നിക്കല്ലേ, ടീച്ചർ പറയുന്നതൊക്കെ അനുസരിക്കാൻ തോന്നിക്കണേ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പോയ പോലെ തന്നെ യൂണിഫോം എല്ലാം കിട്ടി. ഫുൾ സെറ്റ് ഓഫ് യൂണിഫോംസ് 2 പേരും കിട്ടിയിട്ടോ. പക്ഷേ ആദ്യത്തെ ദിവസം ഒരു ക്ലാസ്സിൽ പോയത് കാണാൻ എനിക്ക് പറ്റിയില്ല, എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു. രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഹാപ്പിയാണ് ആൾക്കാർ. ജെറാഡ് പിന്നെ പണ്ട് മുതലേ സ്കൂളിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളാണ്. കാര്യങ്ങൾ അറിയാൻ പഠിക്കാനൊക്കെ ഇഷ്ടമുള്ള ആളാണ്. ജെയ്ഡൻ ചേട്ടൻ പോണ കണ്ട് 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 അങ്ങ് ഇഷ്ടപ്പെട്ട് പോണതാണ്. തുറക്കണില്ല, ഞാൻ കണ്ടച്ചേക്കാം. ഇല്ല കണ്ണടച്ച് ഹാപ്പി മദേഴ്സ് ഡേ. താങ്ക് യു ജീഡൻ. നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. കൊടുക്ക്. സ്റ്റിക്കേഴ്സ് ഹാപ്പി മദേഴ്സ് ഡേ. ഇതാണിത്. ഐ ലവ് മോ. ഇതാണ് ഇതാരത്? ഇത് ജീഡന്റെ ഹാർട്ടാ, നമ്മളുടെ ഹാർട്ടാ, ഹാർട്ടാ. ഇത് ഇത് ക്രൗൺ വെച്ചതാ എനിക്കല്ലേ? എവിടെ എവിടെ ഇത് വേണ്ടി കൊണ്ടുവന്നതാ? നീ ഒട്ടിച്ചത്? ഇതെന്തിനാ നിന്റെ കൈ ഇങ്ങനെ പിടിച്ചേക്കണ? എന്തിയെ പൊളിച്ചെടുക്കണ്ട, ഇത് ഭംഗിയുണ്ട്. ഇതിങ്ങനെ തലയിൽ കെട്ടാൻ പറ്റും. സ്റ്റേപ്ലർ അടിച്ചു വെച്ചാൽ മതി. അമ്മയ്ക്ക് വേണ്ടിയാണ്. Mother is beautiful.